എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം, എന്നെ ഉപയോഗിക്കുവാനാ, എന്നെ ഉപയോഗിക്കുവാനാ. ഈ പ്രോഗ്രാമിൻ്റെ പേര് ഹീലിംഗ് ഹാൻഡ്സ് എന്നാണ്. ഞാൻ ബിജുവിനോടും സന്തോഷിനോടും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ദാനമായിട്ട് നമ്മൾ ധാരാളം സ്വീകരിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞതുപോലെ നമുക്കത് ഔദാര്യത്തോടുകൂടെ ദാനമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാം. ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സുവിശേഷ ദൗത്യമാണ് ഈ ഹീലിംഗ് ഹാൻഡ്സിലൂടെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം പഠിക്കുകയും പര്യാലോചിക്കുകയും ചെയ്യുന്നത്. ഞാൻ മെത്രാനായ ശേഷം റോമിലേക്ക് ആദ്യമായിട്ട് പോയപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു ഗുരുഭൂതൻ വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് അദ്ദേഹം ഫിറൻസയ്ക്കടുത്ത് ഫീസുള എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിലെ വിശ്രമ ജീവിതം നയിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആർച്ച് ബിഷപ്പാണ്. ഈജിപ്തിൻ്റെയും മറ്റ് പൂർവ്വദേശങ്ങളെ പലതിൻ്റെയും മാർപ്പാപ്പയുടെ അപ്പസ്റ്റോലിക് നുൻഷ്യുമായിട്ട് ജോലി ചെയ്തിട്ട് ഒരാളാണ്. എൻ്റെ ഗവേഷണ പഠനത്തിൻ്റെ കാലഘട്ടത്തിലെ എൻ്റെ ഗൈഡായിട്ടുള്ള ഒരാളാണ് മാർക്കോ ബ്രോജി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, നീ ഒന്ന് വരാമോ? ഞാൻ ഫിറൻസെ വരെ തീവണ്ടിയിൽ യാത്ര ചെയ്ത് അവിടെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അസീസിലെ ഫ്രാൻസിസ് തൻ്റെ ജീവിതകാലത്ത് പണിത ആശ്രമങ്ങളിൽ ഒരെണ്ണമാണ് ഫീസുള. അദ്ദേഹത്തിൻ്റെ ആരംഭകാലത്തെ ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠ കൊണ്ട് ഏറ്റവും പ്രാകൃതമായിട്ട് പണിതിട്ടുള്ള ഒരാശ്രമമാണ്. ഇടുങ്ങിയ ഇടനാഴികളും കുടുക്കൂസ് പിടിച്ച മുറികളും നമുക്ക് അത്ഭുതം തോന്നും. സത്യം പറഞ്ഞാൽ സർക്കസ് പഠിച്ചവർക്കെല്ലാവരും ആർക്കും ആ മുറിയിലേക്ക് കടക്കാൻ തന്നെ പറ്റില്ല. ഒരു കൊച്ചു മുറിയിൽ വന്ദ്യനായ ഗുരുഭൂതൻ എന്നെ സ്വീകരിച്ചു. അവിടെ ഒരു ചാപ്പലുണ്ട്. വളരെ പ്രാകൃതമായിട്ടൊരു ചാപ്പലാണ്, ആകർഷണീയമായിട്ട് യാതൊന്നും അതിലില്ല. ആ ചാപ്പലിൽ ഒരു ചുവർച്ചിത്രമുണ്ട്. ആ ചുവർച്ചിത്രം ഒരു കഴുതപ്പുറത്ത് കർത്താവ് ഒലിവിൻ്റെ ശിഖരം പിടിച്ചിരിക്കുന്നതാണ്. ഞാനത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ തൊട്ടടുത്തൊരു കുട്ടി കഴുതയും നിൽക്കുന്നുണ്ട്.
ഈ മുഴുത്ത കഴുതയുടെ മുഖം അസീസിലെ ഫ്രാൻസിസിൻ്റെ മുഖമാണ്. ഈ കുട്ടിക്കഴുതയുടെ മുഖം ക്ലാരയുടേതാണ്. ഞാൻ എൻ്റെ ഗുരുഭൂതനോട് ഒരുപാട് ആദരവോടുകൂടെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങൾ ഈ പള്ളി കത്തിച്ചു കളയും. അസീസിലെ ഫ്രാൻസിസ് ഒരു കഴുതയോ? അപ്പോഴെന്നോട് അദ്ദേഹം പറഞ്ഞു, ഈ ചിത്രം വരച്ചത് ഫ്രാൻസിസിൻ്റെ ആഗ്രഹപ്രകാരമാണ്. ഈ തറയിൽ അദ്ദേഹം കുത്തിയിരുന്നിട്ട് മത്തായിയുടെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായം കലാകാരന് വായിച്ചു കൊടുത്തിട്ടാണ് ഈ ചിത്രം രൂപകൽപ്പന ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം നിങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവ് ബെഥാനിയായിലെ വിരുന്നിന് ശേഷം ബെത് ഫാഗയിൽ നിന്ന് ജെറൂസലേമിലേക്ക് യാത്ര പോകുന്നതാണ്. ബെത് ഫാഗയും ജെറൂസലേമും തമ്മിൽ ഏകദേശം 3.5 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവ് തൻ്റെ ശ്രേഷ്ഠരായ ശിഷ്യരോട് പറഞ്ഞു, ഞാൻ അവസാനമായിട്ടാണ് ജെറൂസലേമിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, ആഘോഷമായിട്ട് പോകണമെന്ന്. ഞാൻ ദാവീദിൻ്റെ സിംഹാസനാവകാശിയാണ്, രാജ്യത്തിൻ്റെ അധിപനാണ്. അതുകൊണ്ട് എൻ്റെ യാത്ര ആഘോഷമാക്കണം. ഈ പത്രോസും കർത്താവും തമ്മിൽ 30 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. കർത്താവ് പത്രോസിനെ വിളിക്കുമ്പോൾ പത്രോസിന് 60 വയസ്സ് പ്രായമുണ്ട്. കർത്താവ് മരിക്കുമ്പോൾ പത്രോസിന് 63 വയസ്സാണ്. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ മോഹമൊക്കെ കൊള്ളാം, പക്ഷേ നിനക്ക് അതിനുള്ള ബഡ്ജറ്റില്ല. നിൻ്റെ ബഡ്ജറ്റ് 0 ആണ്. ആഘോഷമായിട്ട് ഇവിടെ നിന്ന് ജെറൂസലേമിലേക്ക് പോകാൻ മാർഗമില്ല. ഉടനെ തന്നെ കർത്താവ് അവരോട് പറഞ്ഞ ഒരു മാർഗമുണ്ട്. സുവിശേഷം ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴൊരു ഗ്രാമം, ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കെട്ടിയിട്ടിരിക്കും നിങ്ങൾ കാണും. ഇതുവരെ ആരും യാത്ര ചെയ്തിട്ടില്ലാത്ത കഴുത. നിങ്ങളതിനെ അഴിക്കണം. അതിൻ്റെ ഉടമസ്ഥൻ നിങ്ങളോട് തർക്കിക്കും. അവർ പറയും, ചാച്ചൻ്റെ കാലത്ത് വാങ്ങിച്ച കഴുതയാണ്, ചെന പിടിക്കാതെ ഞങ്ങൾ പ്രാർത്ഥിച്ച് നേർച്ച നേർന്നിട്ട് ഇപ്പം ചെന പിടിച്ചിട്ട് പ്രസവിച്ച കുട്ടിയാണ്, ഞങ്ങളാരും തന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല, ഞങ്ങൾ വാത്സല്യത്തോടുകൂടെ വളർത്തുന്ന കഴുതയുടെ കൊച്ച്, ഇതിനെ അഴിച്ചെടുക്കുന്നത് ശരിയല്ല. അവർ തർക്കിക്കുമ്പോഴും നിങ്ങൾ പറയേണ്ട ഒരു മറുപടി ഉണ്ട്. അത് സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ്. അവർ തർക്കിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട മറുപടി ഇതാണ്, ഇതിനെ കൊണ്ട് കർത്താവിനെ, കരങ്ങൾ ഉയർത്തി നമുക്ക് പറയാം, ഇതിനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഈ ഹീലിംഗ് ഹാൻഡ്സ് എന്ന ശുശ്രൂഷ, ഈ പഠനം, പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും നൽകേണ്ട ഉൾബോധ്യം അതാണ്. കർത്താവിനെ കടന്നു പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് ജെറൂസലേം ഇനിയും ബാക്കിയുണ്ട്. ജെറൂസലേം അതൊരു പ്രതീകമാണ്. അത് ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥലമല്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കടന്നു ചെല്ലാൻ ഇനിയും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഈ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും കർത്താവിന് കരം കൊടുക്കാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചനുഭവിക്കുന്ന ഒരുപാട് ആരും ഒരിക്കലും ഉപയോഗിക്കാത്ത സാധ്യതകൾ, സിദ്ധികൾ, സമ്പത്ത്, സൗന്ദര്യം, ശക്തി, ആരോഗ്യം എല്ലാം ഉണ്ട്.
കർത്താവ് ഇന്ന് ചോദിക്കുന്നു, ഇത് ഞാൻ അഴിച്ചെടുക്കട്ടെ? ഇവിടെ തർക്കിക്കാൻ എനിക്കും നിങ്ങൾക്കും ഒരുപാട് വകയുണ്ട്, ഒരുപാട് വകുപ്പുകളുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു അതഴിച്ചെടുക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷവൽക്കരണം അതിൻ്റെ മൂർധന്യത്തിലാണ്. സുവിശേഷവൽക്കരണം അതിൻ്റെ അതിർത്തികൾ ഭേദിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും പ്രതിസന്ധികളുടെ മുൻപിൽ നിശബ്ദരാകുകയാണ്. ഇവിടെ കർത്താവ് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ജെറൂസലേമുകൾ, ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ മാധ്യമ ലോകം ഒരു പുതിയ ജെറൂസലേമാണ്. മാധ്യമ ലോകം ഒരു പുതിയ ജെറൂസലേമാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ചാനലുകളുടെ വിപ്ലവമാണ്. എത്ര ചാനലുകളാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും മക്കള് 3 പേരാണ്. ഒന്ന് ഓസ്ട്രേലിയയിൽ, ഒന്ന് കാനഡയിൽ, ഒന്ന് അമേരിക്കയിൽ. അപ്പൂപ്പനും അമ്മൂമ്മയും ഞാൻ അങ്ങനെ വിളിച്ചുവെങ്കിലും നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണ്. എനിക്ക് സ്തുതി തന്നപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ഒരു കൗതുകം കൊണ്ട് വിരൽത്തുമ്പുകളൊക്കെ പിടിച്ചപ്പോൾ ഈ ചൂണ്ടാണി വിരലിൽ നല്ല തയമ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇപ്പോഴും കൊത്തിക്കളയ്ക്കുന്നുണ്ടല്ലേ? അപ്പോൾ പറഞ്ഞു, കൊത്തിക്കളച്ച തയമ്പല്ല, റിമോട്ട് മാറി മാറി ഞെക്കിയ തയമ്പാണ്. ഇന്ന് ഞാനും നിങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറിലും ടെലിവിഷനിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. മാറി മാറി മാറ്റിക്കുത്തി ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് സമയം പാഴാക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കും. അതൊരു പുതിയ ജെറൂസലേമാണ്. ആ ജെറൂസലേമിലേക്ക് നടക്കാൻ, കർത്താവിന് കടന്നു പോകാൻ ഒരു കഴുത വേണ്ടി വന്നു. ഞങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ജെറൂസലേമിലേക്ക് കർത്താവിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവിടെ ബെന്നി പുന്നത്തറ എന്നൊരു കഴുത അഴിച്ചെടുക്കപ്പെട്ടു. ബെന്നി കുറേ കാലം ആ വഴിയിലൂടെ നടന്നപ്പോൾ ഡിവൈൻ്റെ നേതൃത്വത്തിലെ ഒരു പുതിയ കഴുത ആ മേഖലയിലേക്ക് കടന്നു വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ജെറൂസലേം എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ വെല്ലുവിളികളാണ്. ഞാനും നിങ്ങളും ജെറൂസലേം എന്ന് പറയുന്നത് കർത്താവ് മരിച്ച കർത്താവിൻ്റെ യാഗപീഠമായിട്ടാണ് കാണുന്നത്. ജെറൂസലേം എന്ന വാക്കിനെ കർത്താവ് നൽകുന്ന ഒരു പുതിയ അർത്ഥമുണ്ട്. അതെൻ്റെയും നിങ്ങളുടെയും മുൻപിൽ കയറി ചെല്ലാൻ, കടന്നു ചെല്ലാൻ കഴിയാത്ത പുതിയ വെല്ലുവിളികളുടെ മലകളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ലാസറിൻ്റെ രോഗവിവരം കേട്ടിട്ട് യൂദയായിലേക്ക് പോകണമെന്ന് പറഞ്ഞു. യൂദയായിലാണ് ജെറൂസലേം, നിങ്ങൾക്കറിയാം. യൂദയായിലേക്ക് പോകണമെന്ന് പറഞ്ഞു, അതായത് ജെറൂസലേമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ബെഥാനി അതിനടുത്താണ്, ലാസറിൻ്റെ വീട് അവിടെ അടുത്താണ്. അപ്പസ്തോലന്മാരെ കർത്താവിന് ഉപദേശിച്ചു, ഞങ്ങൾ നിന്നെ ഉപദേശിക്കാൻ വകുപ്പില്ലാത്തവരാണ്, എന്നാലും നിനക്ക് പ്രായക്കുറവുള്ളത് കൊണ്ട് ഞങ്ങളൊരു കാര്യം നിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുക, വിവരക്കേട് കാണിക്കരുത്. ആ സ്ഥലം നിനക്ക് അപകടമാണ്, അത് ശത്രുക്കളുടെ ഒരു വലിയ താവളമാണ്, അത് ശത്രുക്കളുടെ കോട്ടക്കൊത്തളമാണ്. ബെറ്റർ നോട്ട് ടു ഗോ, നീ അവിടെ പോകാതിരിക്കുന്നതാണ് നിനക്ക് ബുദ്ധി. അവിടെ അപ്പസ്തോലനായ തോമസ് മറിച്ചൊരു വാക്ക് പറഞ്ഞു, അങ്ങനെ മാറിക്കളയുന്നത് തെറ്റാണ്. നമുക്ക് അവൻ്റെ കൂടെ പോയി സഭയ്ക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരുപാട് പുതിയ ജെറൂസലേമുകൾ, ഇത് വെല്ലുവിളികളാണെന്ന്, അത് വെല്ലുവിളികളാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ
ഒന്നിച്ചു കൂടിയിട്ട് മെത്രാന്മാരോട് ചർച്ച ചെയ്ത് കുടുംബങ്ങളെക്കുറിച്ചാണ്. കുടുംബങ്ങൾ വിശ്വാസം ജീവിക്കുന്നതിനും വിശ്വാസം കൈമാറ്റം ചെയ്യുന്നതിനും ഇന്ന് അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, സങ്കടങ്ങൾ അത് വളരെ വലുതാണ്. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് നേരിടുന്ന വിശ്വാസ ജീവിതത്തിലും കൈമാറ്റത്തിലും ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ, അത് സഭയുടെ മുൻപിൽ ഒരു പുതിയ വെല്ലുവിളിയാണ്. അത് സഭയുടെ മുൻപിൽ ഒരു പുതിയ ജെറൂസലേമാണ്. മാർപ്പാപ്പ ഈ അടുത്ത് സിനഡിന്റെ സമാപനത്തിൽ പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു, പാരന്റിങ് ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദ പാസ്റ്ററൽ മിനിസ്ട്രി. പാസ്റ്ററൽ മിനിസ്ട്രി എന്ന പദം നിങ്ങൾക്കറിയാം, വൈദികരും സമർപ്പിതരും ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി നടത്തുന്ന ഇടയ ശുശ്രൂഷയാണ് പാസ്റ്ററൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. മാർപ്പാപ്പ ഇത്തവണത്തെ സിനഡിലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മാതാപിതാക്കള് കുടുംബങ്ങളിലെ വിത്ത് വിതയ്ക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നവരാ. വിത്ത് വിതച്ച് പാകപ്പെടുത്തി എടുക്കുന്ന ഞാറ്റുകണ്ടം കുടുംബമാണ്. കുടുംബം തകർന്നാലേ സഭയ്ക്ക് പിന്നെ അജപാലന ശുശ്രൂഷയ്ക്ക് വകുപ്പില്ല. നമ്മുടെ കുട്ടികൾ നേരിടുന്ന ദുരന്തങ്ങൾ, നമ്മുടെ യുവദമ്പതികൾ നേരിടുന്ന ദുരന്തങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാരെ ഇന്ന് കടന്നു പോകുന്ന ദുരന്തങ്ങൾ, ഇതൊക്കെ സഭയുടെ മുൻപിലെ പുതിയ ജെറൂസലേമുകളാണ്. ഇവിടേക്കൊക്കെ കർത്താവിൻ്റെ ദൗത്യം വഹിക്കാൻ കർത്താവിന് പുതിയ കഴുതകൾ ആവശ്യമുണ്ട്, പുതിയ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്, പുതിയ മേഖലകൾ ആവശ്യമുണ്ട്. ഞാനതുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്നും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ കൈനീട്ടി സ്വീകരിച്ചത് ഒരു റിന്യൂവൽ മൂവ്മെൻ്റ് ആയിട്ടാണ്. ഒരുപാട് മനുഷ്യരെ കഴുകി വൃത്തിയാക്കാൻ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിന് കഴിഞ്ഞു. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ഹാസ് ഡൺ എ ലോട്ട് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ റിന്യൂവൽ, സഭയെ പുതുക്കി പണിയാൻ. പക്ഷേ ഇന്ന് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ചർവിത ചർവണമാകുകയാണ്. പാടിയത് തന്നെ വീണ്ടും പാടി, പ്രസംഗിച്ച് തന്നെ വീണ്ടും പ്രസംഗിച്ച് ഞാനും നിങ്ങളും ആവർത്തിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, റിന്യൂവൽ ഹാസ് ടു ഗോ ഫോർവേഡ് ഫോർ റീഇവാഞ്ചലൈസേഷൻ. നവീകരണം, നവസുവിശേഷവൽക്കരണത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ സഭയുടെ ദൗത്യം പരാജയപ്പെടുകയാണ്. സഭയുടെ ദൗത്യം ഇവിടെ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹീലിംഗ് ഹാൻഡ്സ് എന്ന ശുശ്രൂഷ, അത് ഒരുപക്ഷെ കരിസ്മാറ്റിക് മുന്നേറ്റത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്നു, ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു. ഞാനും നിങ്ങളും റിന്യൂവലിൽ നിന്ന് റീഇവാഞ്ചലൈസേഷനിലേക്ക്. ക്രിസ്ത്യൻ ആഗ്രഹിക്കുന്നത് 33-ലെ കർത്താവ് തൻ്റെ യാഗം പൂർത്തിയാക്കിയതിൻ്റെ 2000-ാം ആണ്ട് കൊണ്ടാടുന്ന വേളയിലെ ഈ ലോകം മുഴുവൻ കർത്താവിൻ്റെ ദൗത്യം എത്തിക്കാനായിട്ട് ഞാനും നിങ്ങളും കരം കൊടുക്കണം. തൃശ്ശൂർ പട്ടണത്തിൽ നിന്നാണ് ഞാനൊരു കുഗ്രാമക്കാരനല്ല, അങ്ങാടിക്കകത്ത് ജനിച്ചു വളർന്നതാണ്. വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു കൊച്ചനാണ്. പത്ത് പിള്ളേരിലെ 10ാമത്തെ ഞാൻ. ചില എന്നോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ താഴെ ഉണ്ടായില്ലെന്ന്. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും എന്നോട് പരിഭവമാണ്. കാരണം ഞാൻ ജനിച്ച് 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ തല തെറിച്ചു. അപ്പൻ ഒരു മാസീവ് ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു. ഒരുപാട് കഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയൊക്കെ നടുവിലാണ് എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിയത്. ഞാനൊരു വൈദികനായിട്ട് 35 കൊല്ലമായി. 2000-ാം ആണ്ടിൽ ഞങ്ങളുടെ തൃശ്ശൂർ മൈനർ സെമിനാരിയിലെ പിള്ളേർ
എല്ലാ കൊല്ലം ഓർക്കുന്ന ഒരു കയ്യെഴുത്തു മാസികയുണ്ട്, ദീപം എന്ന അതിൻ്റെ പേര്. അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛാ, അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചിട്ട് ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ചെയ്യണം, എപ്പോഴെങ്കിലും ഒരു സൗകര്യം തരൂ, അച്ഛൻ പറയുന്ന സമയത്ത് ഞങ്ങൾ വന്ന് അച്ഛൻ ഇൻ്റർവ്യൂ ചെയ്തോളാം. ഞാനെന്ന മുളയത്ത് സെമിനാർ ഡയറക്ടറാണ്. ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു, മോനെ, മുളയം നമ്മുടെ അതിരൂപതയുടെ ഒരു ഓണം കയറാൻ മൂലയാണ്. നിങ്ങൾ ഇന്ന് പുറപ്പെട്ട നാളെ അവിടെ വരുള്ളൂ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തേക്കാം, ഞാൻ തൃശ്ശൂരിലെ ട്രിബ്യൂണലിനെ വിവാഹ കോടതിയുടെ കേസുകളുമായിട്ട് വരുമ്പോൾ ഞാൻ വന്ന് നിങ്ങളുടെ ഇൻ്റർവ്യൂ നടത്തിക്കോളാം. ഞാനൊരു ദിവസം ബിഷപ്സ് ഹൗസിൽ വന്നപ്പോൾ ഹർത്താലാണ്, വിളിച്ച കക്ഷികളും സാക്ഷികളും ഒന്നും വന്നിട്ടില്ല. ഞാൻ ഉടനെ തന്നെ പിള്ളേർക്ക് മൈനർ സെമിനാരിലേക്ക് ഫോൺ ചെയ്തു, മക്കളെ, പിതാവൊന്ന് വന്നോട്ടെ, നമുക്ക് ഇൻ്റർവ്യൂ ചെയ്തുകൂടെ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് ടീച്ചർമാർ വരാത്ത ദിവസമാണ്, ഞങ്ങൾക്കും ഫ്രീയാണ്. ഈ മൈനർ സെമിനാറിലെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനത്ര ഗൗരവമൊന്നും കരുതിയില്ല. ഈ കിളന്ത് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് പുല്ലുപോലെ മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ചെന്നത്. ഇൻ്റർവ്യൂ ബോർഡ് 3 കുഞ്ഞുങ്ങളാണ്, ഒരു ഫസ്റ്റ് ഇയർ, ഒരു സെക്കൻഡ് ഇയർ, ഒരു തേർഡ് ഇയർ. അതിൽ ഫസ്റ്റ് ഇയർ അവന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ, മീശ പോലും മുളച്ചിട്ടില്ല. അവനാണ് ആദ്യത്തെ ചോദ്യം എന്നോട് ചോദിച്ചു. അവൻ ചോദിച്ചു, തൃശ്ശൂർ ടൗണിലെ ബസിലിക്കാപ്പള്ളി ഇടവകയാണ്, സെൻറ്റ് തോമസിൻ്റെ പ്രോഡക്റ്റാണ്, കോട്ടയം സെമിനാറിലെ പഠിച്ചത്, 980 എൻ്റെ ബയോഡാറ്റ മുഴുവൻ ഈ കൊച്ചൻ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട്. അവനതൊക്കെ പറയണ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അവൻ പറഞ്ഞു, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. 971 10ാം ക്ലാസ് പാസ്സായിട്ട് സെമിനറിയിൽ നിന്ന് സെമിനറിയിലേക്ക് വിട്ടുപോരുമ്പോൾ, അമ്മച്ചിയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിച്ച് വിട്ടുപോരുമ്പോൾ, ഒരു വൈദികൻ ആരായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് അച്ഛൻ്റെ മനസ്സിൽ സൂക്ഷിച്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു മുഹൂർത്തം ഏതാണെന്ന് പറയാമോ? ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, മോനെ, പിതാവ് തോറ്റു, ഈ ജാതിന് എത്ര ചോദ്യം ബാക്കിയുണ്ട്? അവനോട് പറഞ്ഞു, ഇനി 12 ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, എടാ കൊച്ചനെ, നിങ്ങൾ കുട്ടികളായതുകൊണ്ട് വല്ല കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ നിങ്ങൾ ഇത്ര കഠിനമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ കഷ്ടത്തിലായി. നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ കടലാസിങ്ങത്താ, പിതാവ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കണ്ടിട്ട് പിന്നെ ഒരു ദിവസം വന്നിട്ട് ഇൻ്റർവ്യൂ നടത്താം. ഞാൻ സിക്ക് ലീവ് എടുത്ത് മടങ്ങിപ്പോന്നവനാ. ഞാൻ അന്ന് ബൈബിള് തുറന്ന് മറിച്ചും തിരിച്ചും, ഞാൻ ഈ ബൈബിൾ മുഴുവൻ തിരിച്ചും മറിച്ചും നോക്കി. ആ കൊച്ചു ചോദിച്ച ചോദ്യം സത്യമാണ്. ഏതായിരിക്കും എനിക്ക് ഇണങ്ങുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ മുഹൂർത്തം? എൻ്റെ പൗരോഹിത്യത്തിന് ഇണങ്ങുന്ന, അതിനെ അർത്ഥവത്തായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏതായിരിക്കും? അവസാനം എൻ്റെ മനസ്സ് കുടുങ്ങിയ ഒരു സുവിശേഷ ഭാഗം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 തുടങ്ങി 15 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്ന കഥയാണത്. ഈ സുവിശേഷ ഭാഗം ഞാൻ എടുക്കാനുള്ള കാരണം, യോഹന്നാൻ മറ്റു സുവിശേഷകന്മാർ പറഞ്ഞ ഒരു കഥയും സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹി മൂവ്ഡ് വിത്ത് എ തിയറി ഓഫ് എലിമിനേഷൻ. ലൂക്കായും മത്തായിയും മർക്കോസും പറഞ്ഞ കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് സുവിശേഷം എഡിറ്റ് ചെയ്തത്. ദിസ് ഈസ് ദ ലാസ്റ്റ് ഗോസ്പൽ, ഏറ്റവും അവസാനം എഴുതിയ സുവിശേഷം. പക്ഷെ യോഹന്നാൻ ഈ ഒരു സുവിശേഷ കഥ മാത്രം, ഈ ഒരു അത്ഭുതം മാത്രം
സിനോപ്റ്റിക് ഗോസ്പലിൽ നിന്ന് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ 4 സുവിശേഷ ഭാഗങ്ങളും നിങ്ങൾ വായിക്കുക. കർത്താവ് ആദ്യമായിട്ട് അപ്പം വർദ്ധിപ്പിച്ച് അടയാളങ്ങളിലൂടെ സംസാരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, കർത്താവ് ഈ അടയാളം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. കണ്ണുകൾ ഉയർത്തി ജനക്കൂട്ടത്തെ നോക്കിയിട്ട് പറഞ്ഞു നെടുവീർപ്പിട്ടിട്ട്, എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു. പക്ഷെ മാർപ്പാപ്പ പറഞ്ഞു, സഭയുടെ ആരംഭം കരുണയാണ്. കരുണയിൽ നിന്നാണ് സഭ ആരംഭിക്കുന്നത്. സഭയുടെ ദൗത്യം കരുണയാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, കരുണയില്ലാത്ത സഭ ക്രിസ്തുവിൻ്റെ സഭയല്ല. ഐ ഫീൽ കമ്പാഷൻ ഓവർ ദ ക്രൗഡ്. എനിക്ക് ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു. സഭയുടെ ദൗത്യം കരുണയുടെ ദൗത്യമാണ്. മനുഷ്യൻ്റെ ആവലാതികൾ, മനുഷ്യൻ്റെ അസ്വസ്ഥതകൾ, മനുഷ്യൻ്റെ സങ്കടങ്ങൾ, മനുഷ്യൻ്റെ സംഘർഷങ്ങൾ, ഇതിൻ്റെ മുൻപിൽ ഉത്തരം പറയാൻ സഭയ്ക്കില്ലെങ്കിൽ സഭയുടെ ദൗത്യം കഴിഞ്ഞു. മനുഷ്യൻ നേരിടുന്ന സർവ പ്രശ്നങ്ങൾക്കും പ്രതിവിധി പറയാൻ സഭയ്ക്ക് കഴിയണം. ഐ ഫീൽ കമ്പാഷൻ ഓവർ ദിസ് ക്രൗഡ്. എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു. ഞാനതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, സഭയുടെ ദൗത്യം ഉറവ പൊട്ടുന്ന പാറക്കൂട്ടമാണ് അനുകമ്പ. എവിടെ നിന്നാണ് സഭ ആരംഭിക്കുന്നത്? എവിടെ നിന്നാണ് രക്ഷയുടെ ദൗത്യം ആരംഭിക്കുന്നത്? എവിടെ നിന്നാണ് സഭയുടെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നത്? അത് അനുകമ്പയിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 3:16, തന്നിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ മനുഷ്യനും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്ര അധികമായിട്ട് സ്നേഹം അതിർത്തി കൂടാതെ അളക്കുന്നതാണ് കരുണ. സ്നേഹം അതിർത്തി കൂടാതെ അളക്കുന്നതാണ് കരുണ. കരുണയ്ക്ക് അളവില്ല. ധൂർത്തപുത്രന്റെ മൂത്ത മകൻ ചോദിച്ച ചോദ്യമുണ്ട്, നിന്നെപ്പോലെ കൊള്ളരുതാത്തൊരു അപ്പനെ ഞാൻ ജീവിതകാലത്ത് കണ്ടിട്ടില്ല. നിന്റെ മകൻ അവകാശം വാങ്ങിച്ച് അത് മുഴുവൻ പെണ്ണും കള്ളും ചീട്ടുകളിയുമായിട്ട് അവനത് നശിപ്പിച്ച് തിരിച്ചു വന്നപ്പോൾ ഏത് വകുപ്പ് ഉപയോഗിച്ചിട്ടാണ് നീ അവനെ കരം നീട്ടി സ്വീകരിച്ചത്? കണക്കില്ലാത്ത സ്നേഹമാണ് കരുണ. കണക്കില്ലാത്ത കരുതലാണ് സ്നേഹം. കണക്കില്ലാത്ത കരം കൊടുക്കലാണ് സ്നേഹം. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, സഭയുടെ ദൗത്യം ആരംഭിക്കുന്നത് തലയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്. സഭയുടെ ദൗത്യം ആരംഭിക്കുന്നത് തലയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്.